ദുനിയാവിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അടുത്തേക്ക് യാത്രയാകും. ആ യാത്രയെപ്പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന ദുനിയാവിന്റെ തിരക്കുകളിൽ നിന്ന് ആരോടും സമ്മതം ചോദിക്കാതെ തൊട്ടടുത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരമറിയാതെ ആ ബെഡിൽ മരിച്ചു കിടക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച്, സമ്പാദിച്ചുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ നടുവിൽ ഏറ്റവും എളുപ്പത്തിൽ വിരിക്കാൻ പറ്റുന്ന ഒരു പായയിൽ കിടക്കുന്ന കിടപ്പിനെ പറ്റി, ലോകത്തുള്ള ആഡംബരത്തിന്റെ വാഹനം വീട്ടിന്റെ പോർച്ചിൽ കിടക്കുമ്പം 6 ആള് പിടിച്ചാൽ മാത്രം പൊങ്ങുന്ന മയ്യത്ത് കട്ടിലിൽ ഇരുട്ടിന്റെ 6 അടി മണ്ണിലേക്കുള്ള യാത്രയെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അണിയുന്ന ഉടയാളുകളും ധരിക്കുന്ന ആഭരണങ്ങളും കയ്യിന്റെ വളകളും കഴുത്തിലെ മാലകളും കയ്യിന്റെ ബ്രേസ്ലെറ്റുകളും ചെവിക്കുള്ളിലുള്ള തുളകൾ പോലും കൃത്യമായി അഴിച്ചു മാറ്റി അതിലുള്ള ആഭരണങ്ങൾ മാറ്റിവെച്ച് വെളുത്ത തുണിയിൽ പൊതിഞ്ഞു പോകുന്ന ഒരു യാത്രയെപ്പറ്റി നമ്മൾ എപ്പോഴെങ്കിലും